ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വൈറലായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ സലാഡ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ റെസിപ്പി മുൻപൊക്കെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ആ ഒരു ചെയ്യുന്ന ഒരു രീതിക്ക് വ്യത്യാസം വരുത്തുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ തയ്യാറാക്കി നോക്കി കേട്ടോ, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതേപോലെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ റെസിപ്പി നിങ്ങൾ പിന്നീട് എന്ത് തയ്യാറാക്കിയാലും നിങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും കേട്ടോ. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് റൈസിനോടൊപ്പം ആണെങ്കിലും സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഇതിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ വെറുതെ അങ്ങ് വാരി കഴിച്ചോളും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു 3 സവാളയും തക്കാളി 3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഇത് കണ്ടല്ലോ, അതിൻ്റെ ആ മുകൾ ഭാഗം, അതായത് വേര് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നീളത്തിൽ കനം കുറച്ച് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാമേ. അപ്പം അതേപോലെ നമുക്ക് 3 സവാളയും അരിഞ്ഞെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ മുകൾ ഭാഗത്തുള്ള ആ ഒരു പാട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്തങ്ങ് കളയണം കേട്ടോ. കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാനേ. അപ്പോഴേ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സവാളയുടെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വേർതിരിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ സവാള ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞിടാം. തക്കാളിയും അതേപോലെ തന്നെ കേട്ടോ. ഞാൻ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളിയും 1 അത്യാവശ്യം വലിയ തക്കാളി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിക്കുന്ന അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും ടേസ്റ്റ് അനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലേ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് 1 ചെറുതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും ഇഷ്ടം അനുസരിച്ചും നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് അളവുകൾക്കൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പൊ തക്കാളിയിലും ഇതേപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ, ആ വെള്ള വരുന്ന ഭാഗം, അത് നമുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം തക്കാളി നമുക്ക് ഇതേപോലെ നീളത്തിലങ്ങ് കനം കുറച്ച് അരിഞ്ഞെടുക്കാമേ. അരിഞ്ഞെടുത്ത് അതുപോലെ നമുക്ക് എല്ലാം അരിഞ്ഞെടുത്ത് നമുക്കതും ബൗളിലോട്ടങ്ങ് മാറ്റി കൊടുക്കാമേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ ഒപ്പവും ലെമൺ റൈസ് അങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കൂലേ, ഫ്രൈഡ് റൈസ്, അതിനോടൊപ്പമൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ തക്കാളി ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ബൗളിലോട്ട് അങ്ങ് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ പച്ചമുളക് ഇതേപോലെ അങ്ങ് ചെറുതായിട്ട് കനം കുറച്ച് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കതും എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാമേ. ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് വേണം എടുക്കാൻ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ കറിക്ക് ആ ഒരു പ്രത്യേക മണം നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലോട്ട് അങ്ങ് മാറ്റാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അത് ഞാൻ ഇവിടെ ഒരു കറിവേപ്പില അതിലോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാമേ. ഇനി കൈയൊക്കെ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങ് ഞെരടി എടുക്കാം കേട്ടോ. കംപ്ലീറ്റ്, അതായത് അതിൽ ആ സവാളയും തക്കാളിയും മുളകും എല്ലാം നല്ല രീതിയിലൊന്ന് ഞെരടി എടുക്കണേ. ഞെരടി എടുത്ത് ഈ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ ആ ഒരു വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരണം കേട്ടോ. ആ രീതിയിൽ ഒന്ന് ഞെരടി എടുക്കണം. അതുപോലെ അത്യാവശ്യം നമ്മളൊന്ന് ഞെരടി വരുമ്പോഴത്തേക്കും നല്ലൊരു മണം കിട്ടും കേട്ടോ. ആ ഒരു പച്ചമുളകിന്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു നല്ല സൂപ്പർ മണമാണ്. ആ ഒരു മണം കിട്ടുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് അങ്ങ് ഞെരടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കാമേ. അപ്പൊ അത് അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൈര് എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഫോർക്കോ ബീറ്ററോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ കട്ടകളൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ സവാളയും തക്കാളിയൊക്കെ പിഴിഞ്ഞെടുത്തല്ലോ, ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൽ വെച്ച് തന്നെ അതോടെ ഉൾപ്പെടെ തന്നെ നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പ് മതിയോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാമേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു താളിപ്പ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് 1-2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. അതെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ആ സവാളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഷെഫ് പിള്ളയുടെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്രഷ് പച്ചമുളകായിരിക്കണം. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ അധികം പുളിയില്ലാത്ത തൈര്. ഈ 3 കാര്യം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഒന്ന് ഞരടിയെടുത്താൽ മതി. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്